നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ നിറയെ ഡേറ്റയുണ്ട് അല്ലേ? പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരു പിടിയുമില്ലാതെ കുഴങ്ങിയിരിക്കുകയാണോ? എങ്കിൽ പേടിക്കണ്ട. ഇന്നത്തെ ഈ ഒരു ചർച്ച നിങ്ങൾക്കുള്ളതാണ്. ഈ കാണുന്ന ഡേറ്റയുടെ കൂമ്പാരത്തിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തമായ ദിശ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സത്യം പറഞ്ഞാൽ ഇത് മിക്കവരും നേരിടുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ റിപ്പോർട്ടുകൾ, കണക്കുകൾ എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ വെച്ച് എങ്ങോട്ടു പോകണം എന്ന് ചോദിച്ചാൽ ഒരു ഐഡിയയും കാണില്ല. ശരിക്കും ഡേറ്റയുടെ ഒരു കടലിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. പക്ഷേ വിഷമിക്കേണ്ട, ഇതിനൊരു പരിഹാരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കൺഫ്യൂഷനിൽ നിന്ന് ഒരു ക്ലാരിറ്റിയിലേക്ക്, അതായത് ഒരു വ്യക്തതയിലേക്ക് ഒരു വഴി കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു മാപ്പ് ഉണ്ടാക്കിയാലോ? ഈ ഡാറ്റയുടെ കാട്ടിൽ നിന്ന് പുറത്തു കിടക്കാനുള്ളൊരു മാപ്പ്. ഓരോ സ്റ്റെപ്പായി ഈ യാത്ര നമുക്ക് ഒരുമിച്ച് പൂർത്തിയാക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും നമുക്കെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ധാരണ വേണമല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ ധ്രുവനക്ഷത്രം അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രശ്നം. രണ്ട്, ആ പ്രശ്നം നമ്മൾ ആർക്കുവേണ്ടിയാണോ പരിഹരിക്കുന്നത്, ആ ഉപഭോക്താവ്. നമ്മുടെ മാപ്പിലെ ആദ്യത്തെ ലാൻഡ്മാർക്ക് എന്ന് പറയാം ഇതിനെ പ്രോബ്ലം ഇൻസൈറ്റ്സ്, അതായത് പ്രശ്നത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്. പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. പക്ഷെ അതിൻ്റെ എല്ലാം അടിയിൽ ശരിക്കുമുള്ള പ്രശ്നം വേറെയൊന്നായിരിക്കും. ആ അടിസ്ഥാനപരമായ വെല്ലുവിളി എന്താണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണിത്. ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. വേദനകളും അതിൻ്റെ മൂലകാരണവും തമ്മിലുള്ള വ്യത്യാസം, അതായത് ലക്ഷണങ്ങളും രോഗവും തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റമേഴ്സ് പറയുന്നത് പലപ്പോഴും ലക്ഷണങ്ങളെക്കുറിച്ചായിരിക്കും, എനിക്കിവിടെ വേദനിക്കുന്നു എന്ന് പറയുന്നത് പോലെ. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാണ് ആ വേദന വരുന്നത് എന്നതിൻ്റെ മൂലകാരണമാണ്. ആ രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, അല്ലാതെ ലക്ഷണങ്ങളെയല്ല, അല്ലേ? ഈ യാത്രയിലെ നമ്മുടെ കോമ്പസ് അല്ലെങ്കിൽ വഴികാട്ടി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ അവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, ആരെയാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? രണ്ട്, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന്, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? പിന്നെ നാലാമതായി, അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേക പാറ്റേണുകൾ കാണുന്നുണ്ടോ? ഈ ഉത്തരങ്ങൾ നമ്മുടെ വഴികാട്ടിയാവും. ശരി, അപ്പോൾ നമുക്കെങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ വഴിയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് മാർക്കറ്റ് എന്ന ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടാക്കണം. കാരണം ഈ വഴിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ യാത്ര ചെയ്യുന്നത്, വേറെയും ആളുകളുണ്ട്, നമ്മുടെ എതിരാളികൾ. അപ്പോൾ അവരാരൊക്കെയാണ്, അവരുടെ ശക്തി എന്താണ്, എവിടെയാണ് അവർക്ക് വീക്ക്നെസ് ഉള്ളത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. പിന്നെ മാർക്കറ്റിന്റെ വലുപ്പം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കിതിനെ ഒരു വലിയ കേക്കായിട്ട് സങ്കല്പിക്കാം. ആ മുഴുവൻ കേക്കാണ് ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ടാം. ഇനി ആ കേക്കിന്റെ ഒരു ഭാഗം, അതായത് നമുക്ക് സേവനം നൽകാൻ പറ്റുന്ന ഒരു കഷ്ണം, അതാണ് സാം, സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ്. അതിൽ നിന്ന് നമ്മൾക്ക് റിയലിസ്റ്റിക്കായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കഷ്ണമുണ്ടല്ലോ, അതാണ് SOM, സർവീസബിൾ ഒബ്റ്റെയിനബിൾ മാർക്കറ്റ്. ഈ കണക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു റിയാലിറ്റി ചെക്ക് നൽകും. ഇനി നമ്മുടെ യാത്രയെ സ്വാധീനിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. കാറ്റും കോളും പോലെ, അതായത് ഇൻഡസ്ട്രിയിലെ ട്രെൻഡുകൾ. പുതിയ ടെക്നോളജി വരുമ്പോൾ, ആളുകളുടെ ഇഷ്ടങ്ങൾ മാറുമ്പോൾ, പുതിയ നിയമങ്ങൾ വരുമ്പോൾ, ഇതൊക്കെ നമ്മുടെ യാത്രയെ എങ്ങനെയാണ് ബാധിക്കുക? ഈ ട്രെൻഡുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലക്ഷ്യസ്ഥാനമുണ്ട്, ആ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള ഒരു മാപ്പുമുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി ആ മാപ്പിൽ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏറ്റവും മികച്ച വഴി ഏതാണെന്ന് വരയ്ക്കണം. അതാണ് നമ്മുടെ സൊല്യൂഷനും സ്ട്രാറ്റജിയും. ഇതുവരെ കിട്ടിയ വിവരങ്ങളെയെല്ലാം ഒരുമിച്ച് ഒരു ആക്ഷൻ പ്ലാനാക്കാൻ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, വിടവുകൾ കണ്ടെത്തുക. അതായത് മാർക്കറ്റിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത അവസരങ്ങൾ എവിടെയാണെന്ന് നോക്കുക. രണ്ടാമത്തേത്, നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് കൃത്യമായി നിർവചിക്കുക. മൂന്നാമത്തേത്, ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. നമ്മളൊരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ എളുപ്പവഴികളും കുഴികളും ഒരുപോലെ തിരിച്ചറിയണമല്ലേ? അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ ഏതൊക്കെയാണ്? അതേസമയം നമ്മുടെ ഈ യാത്രയിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഈ 2 കാര്യങ്ങളും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അവസാനം നമ്മൾ ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്ന എല്ലാ വിശകലനങ്ങളും ചെന്നെത്തുന്നത് ഈ ഒരു പോയിന്റിലാണ്. മുന്നോട്ടുള്ള നമ്മുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ ഏതെല്ലാമാണ്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് ഈ മുഴുവൻ പ്രക്രിയയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഓക്കെ,
ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഗംഭീര മാപ്പുണ്ട്. പക്ഷെ ആ മാപ്പ് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മൾ നടക്കാൻ തുടങ്ങണം. അതാണ് നാലാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ്. പ്ലാനിൽ നിന്ന് ആക്ഷനിലേക്ക്, പദ്ധതിയെ പ്രവർത്തനമാക്കി മാറ്റുക. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഉടനടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ ഐഡിയകൾ ശരിയാണോ എന്ന് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. 2, ലോങ് ടേം സ്ട്രാറ്റജികൾ. അതായത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യേണ്ട വലിയ പദ്ധതികൾ. ഈ 2 തമ്മിൽ വേർതിരിച്ച് കാണണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മാപ്പുണ്ട്. ആശയക്കുഴപ്പത്തിന്റെ ഒരു മൂടൽമഞ്ഞിൽ നിന്ന് വ്യക്തതയുടെ വെളിച്ചത്തിലേക്കുള്ളൊരു വഴി. ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് എവിടേക്കായിരിക്കും? ഈ മാപ്പ് നിങ്ങളെ സഹായിക്കുമെന്നോ ഉറപ്പാണ്.